അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. മീൻ ലവേഴ്സിൻ്റെ ഫേവറേറ്റിലൊന്നായ ചാള വെച്ചൊരു തോരൻ. നമ്മുടെ കറിച്ചട്ടിയിൽ ഉണ്ടാക്കുന്ന ഈ തോരൻ്റെ ആ ഒരു മണവും രുചിയും ഒന്ന് വേറെ തന്നെയാണ്. അത്യാവശ്യം നല്ല സ്പൈസിയായി നല്ല നാടൻ രുചിയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതാ ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ചാള കുഞ്ഞൻ ചാളയാണ് കേട്ടോ. അതെല്ലാം ഒന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി എടുക്കാം. നേരെ സ്റ്റൗവിലൊന്നും വെക്കുന്നില്ല, അല്ലാതെ തന്നെ എടുക്കുകയാണ്. അതെടുത്ത് നമുക്ക് അതിലേക്ക് ഒരു 6 കൊച്ചുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയത് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാങ്ങയാണ് കേട്ടോ ചേർക്കുന്നത്. മാങ്ങ നല്ല പുളിയുള്ളതാണെങ്കിൽ ഒരു 3/4 ഭാഗം മതിയാവും. പുളിയില്ലാത്തതാണെങ്കിൽ കുറച്ച് തോനെയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതും ഞാനും കൂടെ ഇതിനകത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്, അത് നടുവേക്ക് കീറിയത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു പഴുത്ത തക്കാളിയുടെ പകുതി ഭാഗമാണ് കേട്ടോ, അതും കൂടെ ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്തു. പിന്നെ ഇതിലേക്ക് ഒരു തണ്ടോളം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ ഇതിലെ മെയിൻ താരം ഉണ്ടമുളക് ഇതിൽ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക എരിയും രുചിയും മണവും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതൊരു 3 ഞാൻ നടുവേക്കെറിയത് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് തേങ്ങയാണ് ആഡ് ചെയ്യുന്നത്. അത് ഒരു 1.5 മുറി തേങ്ങ നല്ല രീതിയിൽ ചിരങ്ങിയെടുത്തത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നല്ല നിറമുള്ള മഞ്ഞൾപ്പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 3/4 ടീസ്പൂണോളം ഇട്ടോളൂ. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഉലുവാപ്പൊടി. പിന്നെ നമ്മുടെ ഈ ചാളയിലും ഈ തോരനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് ആവശ്യത്തിനായിട്ട് ഉപ്പ്, അതും ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതായത് ഈ മുളകും തക്കാളിയും മാങ്ങയും എല്ലാം കൂടി നല്ല രീതിയിൽ നമ്മൾ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിരുന്നില്ലേ, ആ ചാളയൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ അരപ്പൊക്കെ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. നമ്മൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഈ ചാളയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ തേങ്ങാക്കൂട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ പതുക്കെ കൈ കൊണ്ട് തന്നെ നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മീൻ പൊട്ടിപ്പോകാതെ നോക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഈ മീൻ പൊട്ടാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിനി നേരെ ഇത് സ്റ്റൗ ഓണാക്കി അതിനകത്തിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു മൂടി വെച്ച് അടച്ചു കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് തിളവരുത്തിക്കണം. അപ്പോൾ ഒന്ന് തിള കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ മൂടിയൊക്കെ ഒന്ന് തുറന്ന് മാറ്റി നമ്മൾ ഈ 1 സ്പൂൺ വെച്ചിട്ട് അന്നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. അത് മീൻ പൊട്ടാതെ തന്നെ പതുക്കെ വേണം ഇളക്കി കൊടുക്കുക കേട്ടോ. സെൻറ്ററിൽ നിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ തോരൻ വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ മൂടി തുറന്ന് നോക്കി നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും ഞാൻ മൂടി വെച്ച് അടച്ചു. എന്നിട്ടത് ലോ ഫ്ലെയിമിൽ വെച്ചു. അതിനുശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് മൂടി തുറന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഞാനൊന്ന് 1 സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒരു മൂടി വെച്ച് അടച്ചു കൊടുത്തതിന് ശേഷം ഈ ടൈമിൽ ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കടുക് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത്, അതായത് 2 സ്പൂണോളം എണ്ണ, അതിലേക്ക് ഒരു പിഞ്ച് ഉലുവ, 1 സ്പൂൺ കടുക്, 2 വറ്റൽമുളക്, ആവശ്യത്തിന് കറിവേപ്പില, കൊച്ചുള്ളി അരിഞ്ഞതും അതും കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും 1 സ്പൂൺ വെച്ചിട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇളക്കിയ ടൈമിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം അടിയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനി നമുക്കൊന്ന് നല്ല രീതിയിൽ പറ്റിച്ചെടുക്കണം. അപ്പോൾ മൂടി തുറന്ന് വെച്ച് തന്നെ ഇനി നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കാം. അപ്പോഴത്തേനും നമ്മുടെ ഈ തോരൻ റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ നല്ലോണം ആവി പറക്കുന്ന നമ്മളുടെ ചാളത്തോര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ആ ഒരു വെളിച്ചെണ്ണയുടെയും മുളകിൻ്റെയും മണവും നന്നായി നമുക്കറിയാൻ പറ്റും കേട്ടോ. വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയ നാടൻ ചാളത്തോരനാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതൊരു ഐറ്റം മാത്രം മതി, വേറൊന്നും തന്നെ ആവശ്യമായിട്ട് വരില്ല. അപ്പോൾ ഈ രീതിയിൽ ചാളത്തോരൻ വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും ചെയ്തേക്കണേ. പിന്നെ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും.